ഒരു മാസത്തോടെ കഴിഞ്ഞാൽ ഇത് ഇവന്റ് നടത്താൻ പറ്റില്ല. ഒരു മാസത്തോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ വരും എന്ന് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഒരുക്കണം. അതിന് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവന്റ് നടത്തേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. ഇവന്റ് ടീമിന് പണം കൊടുത്തു, ഇവന്റ് ചെയ്യേണ്ട ടീമിന് പണം കൊടുത്തു, ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യേണ്ട ആൾക്കാർക്ക് പണം കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണങ്ങൾ മുഴുവൻ നമ്മളെങ്ങനെ തിരിച്ചു പിടിക്കുക? ഈ പണങ്ങൾ മുഴുവൻ ഇവർ ഒക്ടോബർ മാസത്തിലേക്ക് വരികയാണ്, സെപ്റ്റംബർ ഒരു മാസം മുന്നേ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ അടുത്ത മാസം അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് റിപ്പോർട്ടർ TV ഇതിനെ കണ്ടിട്ടില്ല. റിപ്പോർട്ടർ TV ഇന്നലെ ഒരു ചാനൽ പറയുന്നത് കേട്ടോ, സ്പോൺസറിൻ്റെതായ പിന്നെ പണം ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങളുണ്ടാവും. റിപ്പോർട്ടർ TV പണം ഉണ്ടാക്കാനുണ്ടെങ്കിൽ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ വരുന്നത് ഫിഫേൻ്റെ ടീമല്ല, AFAൻ്റെ ടീമല്ല. അവർ കളിക്കാൻ വരുന്നില്ല, മെസ്സി മാത്രം വരികയാണ്. മെസ്സിനെ മാത്രം കൊണ്ടുവന്നാണ് കളി നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെസ്സിനെ മാത്രം റിപ്പോർട്ടർ TV ഇതിന് 10-1 പൈസ കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴും പറ്റും. അവരുടെ സെപ്പറേറ്റ് കമ്പനിയാണ്. അവരുടെ ക്ലബ്ബുമായിട്ടും ഈ അവരുടെ ഫാദറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിയും. മെസ്സിനെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം കേരളത്തിൽ കാര്യങ്ങൾ നടക്കുമോ? അല്ലല്ലോ. കേരളത്തിൽ കൊണ്ടുവന്ന് വേൾഡ് കപ്പ് പോലെ ഒരു വേൾഡ് കപ്പ് നടത്താൻ കഴിയുന്നുണ്ടോ? വേൾഡ് കപ്പ് പോലെ നമുക്കിപ്പോൾ നാളെ രാവിലെ ഫിഫേൻ്റെ റാങ്കിങ്ങിൽ കയറി അതിൻ്റെ വന്ന് നാളെ രാവിലെ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ടീമില്ല. പക്ഷേ എന്താണ്, ഈ ഒരു പെർസെപ്ഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ലോകരാജ്യത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കേരളത്തിൽ ഇത്രയും ആരാധകരുണ്ട്, ഫുട്ബോളിന് വേണ്ടി ഇത്ര ആരാധകരുണ്ടെന്ന് അറിയിക്കേണ്ട, ലോകരാജ്യങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെസ്സിനെ കൊണ്ടുവന്ന് ഇവിടെ കളി നടത്താമെന്ന് വിചാരിക്കുന്നത്, AFA ടീമിനെ കൊണ്ടുവന്ന് കളി നടത്താമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ട സാഹചര്യങ്ങളാണ് റിപ്പോർട്ടർ TV ഒരുക്കിയത്. അതിന് എടുക്കേണ്ട റിസ്ക്കാണ് റിപ്പോർട്ടർ TV എടുത്തത്. ഈ റിസ്ക് മുന്നിൽ കാണാതെ, ഈ പണം അയച്ചത് മുന്നിൽ കാണാതെ എന്തോ വലിയ അപരാധം നടത്തിയിരിക്കുന്നു. പച്ചാളം പാസി വരുന്നു പറഞ്ഞ് പറ്റിച്ച പോലെ പറ്റിക്കാൻ പോവുകയാണ് എന്ന് ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കായിട്ട് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞോളൂ. ഇത് നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്ത കൊടുത്തോണ്ടിരിക്കുക മെസ്സി വരില്ല. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ മെസ്സി വരില്ല എന്ന്? ആരോടാ പറഞ്ഞത് മെസ്സി വരില്ല എന്ന്? ആരോടെങ്കിലും പറഞ്ഞോ? മെസ്സി വരില്ല എന്ന് വലിയ കാർഡ് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മെസ്സി വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അർജന്റീന ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കട്ടെ. ഒഫീഷ്യലായി അറിയിക്കുമ്പോൾ തൻ്റെ അടുത്തോടുകൂടി നമ്മളത് വന്ന് പറയും, ഇതാ മെസ്സി നമ്മളെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പണം മേടിച്ചിട്ടുണ്ട്, ഞങ്ങളത് പറയും. പക്ഷെ ഇതൊന്നും പറയാതെ മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. റിപ്പോർട്ടർ TV ഇത് എഗ്രിമെന്റ് വെച്ച കാലം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുക മെസ്സി വരില്ല എന്ന്. അല്ലെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക മെസ്സി വരില്ല എന്നുള്ള കാര്യം? അതെങ്ങനെ അറിയാൻ കഴിയുക? മെസ്സി വരുമല്ലോ അവർ പറയട്ടെ തന്നെ, അർജന്റീന ടീം പറയട്ടെ, അല്ലെങ്കിൽ അവരെന്താ പണം മേടിച്ചേ? അവർ ഒഫീഷ്യലായിട്ട് അവർ കൺഫർമേഷൻ തരുന്നുണ്ടല്ലോ. മിനിസ്റ്റർ നേരിട്ട് പോയിട്ട് ഇവിടുത്തെ ഹെഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർ ഒഫീഷ്യലി കൺഫർമേഷൻ തന്നതാണ്. ഇതേ നമ്മളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത സെയിം ആളാണ്, ഡിസ്കഷൻ നടത്തുന്ന സെയിം ആളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ വന്ന് ലുലുവായിട്ട് അവരെ സ്പോൺസറായി സൈൻ ചെയ്തത്. അതിന് സെയിം ആൾ തന്നെയാണ് കൽക്കട്ടയിലും ഇവിടെയും വന്നിട്ട് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പൊട്ടന്മാരാണോ? ഇതെല്ലാം കറക്ക് കമ്പനിയാണോ? അങ്ങനെയാണെങ്കിൽ അത് ഫിഫയാണ്, റിപ്പോർട്ടർ TVയും കേരള സർക്കാരൊന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റെസ്പെക്റ്റാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഇവരോടുള്ള ബഹുമാനമാണ് ഇവർ നശിപ്പിക്കുന്നത്. ഇവരുടെ അർജന്റീന ഗവൺമെൻറ്റും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും രണ്ട് തട്ടിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. അപ്പം ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി വിട്ടിട്ട് ഇതെന്തോ വലിയ തെറ്റാണ് ഇവിടെ നടക്കുന്നതല്ല. നഷ്ടം നടന്ന റിപ്പോർട്ടർ TVക്ക് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും തരാൻ പോകുന്നില്ല, ഇവിടുത്തെ സർക്കാരും തരാൻ പോകുന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മളെടുത്ത ഇനീഷ്യേറ്റീവിനെ റെസ്പെക്ട് ചെയ്യാനുള്ള മര്യാദ ഇവർ ആദ്യം കാണിക്കണ്ടേ. നമ്മളെടുത്ത റെസ്പെക്റ്റിന് ഇനിഷ്യേറ്റീവ് ഈ പറഞ്ഞ് പണം അയക്കുന്നില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച നടത്തി നിങ്ങൾ ഇപ്പം അയച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അയച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ അയച്ചിരുന്നെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആര് തരും ഈ പൈസ? തരില്ലല്ലോ. അപ്പോൾ വരില്ല എന്ന് വരുത്തി തീർക്കാൻ എന്തൊരു ഉത്തരവാദിത്തം അറിയോ? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. റിപ്പോർട്ടർ TV വരില്ല, അർജന്റീന ടീം വരുന്നില്ല എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം വാങ്ങിയതിന് ശേഷം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലെല്ലാം പോകും. അത്ര ചെറുതായിട്ടൊന്നും റിപ്പോർട്ടർ TVനെയോ റിപ്പോർട്ടർ മാനേജ്മെൻറ്റിനെയോ ഈ പറഞ്ഞ കേരള സർക്കാരിനെ ഒന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല. നമ്മളെന്താണ് ഇവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്താണ്? ഒരു ഫുട്ബോൾ അസോസിയേഷൻ, ആ ഫുട്ബോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൽ 1ാം സ്ഥാനത്ത് വിൻ ചെയ്ത് കപ്പടിച്ച ടീമാണ്. ആ ടീം വെച്ചെടുത്ത എല്ലാ നടപടിയിലെയും ശ്ലാഘിക്കുകയും കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഇവർക്ക് പോയി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ്. ആ കൈയടിച്ചതിനോടാണ് ഇവർ അല്ലെങ്കിൽ പറയാം പൈസ കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അഭിപ്രായം? ഇനി കൂടുതൽ പൈസ വേണോ? കൂടുതൽ പൈസ പറയണ്ടേ പൈസ കൂടുതൽ വേണം എന്നുള്ളത്.
അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് ഒന്നുമില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മൾക്ക് ഇല്ലതാനും. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ഇതിന് ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കരാർ ലംഘനമാണ്. ആ കരാർ ലംഘനം ഇന്ത്യ നിയമപ്രകാരം നടക്കില്ല. ഇന്ത്യയിൽ RBIക്ക് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആ എഗ്രിമെൻ്റ് കൊടുത്ത് അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ പൈസ അയക്കാൻ കഴിയുള്ളൂ. ഈ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പെർമിഷൻ, സ്പോർട്സ് മിനിസ്ട്രീൻ്റെ പെർമിഷൻ മേടിക്കുന്നത്, ഇന്ത്യൻ ഫിനാൻസ് മിനിസ്ട്രീൻ്റെ പെർമിഷൻ മേടിക്കുന്നത്, ഇന്ത്യൻ RBIൻ്റെ പെർമിഷൻ മേടിക്കുന്നത്. ഇതെല്ലാം ഈ എഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ അടുത്ത വർഷത്തേക്ക് വരാം. അപ്പോൾ ഇന്നലെ പറയാണ്, അയ്യോ 2025 പിന്നെ ലോകകപ്പിന് മുന്നേ വന്ന എന്താ പ്രശ്നം, എന്താ പ്രശ്നം, മിനിസ്റ്റർ എന്താ അത് അംഗീകരിക്കാത്ത? അങ്ങനെ കളിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ 280-300 ആൾക്കാർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് വിസ തരണം. വേറൊരു രാജ്യത്തെ VVIPകളായ ആൾക്കാർ ഇന്ത്യയിലേക്ക് വരണം. അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് വിസ തരുന്നത്. നിങ്ങളിത് പറയുന്ന പോലെ തോന്നുന്ന പോലെ കൊണ്ട് പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിസ ഒന്നുമില്ല. എഗ്രിമെൻറ്റ് വെച്ച എഗ്രിമെൻറ്റ് കൊണ്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി വിദേശകാര്യ മന്ത്രാലയത്തിൽ പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 ആൾക്കാരെ 24 മണിക്കൂർ ഫ്ലൈയിങ് ആണ്. അർജന്റീനയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇവിടെ എത്ര 24 മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട്. ഇതിന് മുഴുവൻ പെർമിഷൻ എടുത്തിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ട് അതിനോടുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കാൻ നിരുത്തരവാദപരമായി എന്തൊക്കെയോ വാരി വലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും. മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തും. നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? 2 കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ TVനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെയും കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള